ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ ജബൽ ജയ്സിലേക്കാണ് പോണത്. ഇപ്പൊ സമയം എത്ര മണിയായി? ഇപ്പൊ സമയം 3:30 ആയിട്ടുള്ളൂ. 3:30ക്ക് ഞങ്ങള് ഇന്നലെ രാത്രി ഇവന്മാരെ 2 പേര് റൂമിക്ക് പൊക്കിക്കൊണ്ടുവന്നു. ഇത് അതില്, ഇത് മിൻഡോ, ഇത് സ്ഥലത്ത്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇപ്പൊ പോവാൻ എന്തിനാണോ സ്റ്റാർട്ട് ചെയ്യണല്ലോ. അപ്പൊ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളിത് ഇറങ്ങാൻ പോവാ. അപ്പൊ ഞങ്ങളുടെ കോ ഡ്രൈവറായിട്ട് ഞാനും ഡ്രൈവറായിട്ട് ഇപ്പൊ സ്ഥലത്ത് വണ്ടി കുറച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും സ്ഥലത്തിന് എന്നോട് പറഞ്ഞു ഞാൻ എന്നോട് വണ്ടി ഓടിച്ചു. അങ്ങനെ ഞാൻ വണ്ടി ഡ്രൈവർ സീറ്റിൽ കയറി ഇരിക്കുകയാണ്. അപ്പൊ സിഗ്നലാണ്. ഞങ്ങള് ഇവിടെ നിന്ന് മാപ്പ് ഇട്ടിട്ടാണ് പോണേ. മാപ്പിൽ എത്ര ദൂരം എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് 127 കിലോമീറ്റർ അങ്ങോട്ടാണ് കാണിക്കണേ, 1.5 മണിക്കൂർ. അപ്പോൾ സമയം കൊണ്ട് ഞങ്ങൾ അവിടെ എത്തും. ഞങ്ങൾ പതുക്കെ വർത്താനവും പാട്ടൊക്കെ വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു യാത്ര ഞങ്ങളുടെ. ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഷാർജ എയർപോർട്ട് റൂട്ടിലൂടെ. അല്ലേ, കുർബാനല്ലേ. ഞങ്ങള് 4 പേരായിട്ട് കുറെ നാളായിട്ട് ഇങ്ങനെ പോണെന്ന് വിചാരിച്ചിട്ടുണ്ടായി. ഒരു 2-3 ആഴ്ചത്തെ പ്ലാനിങ് ആണ്. ഇന്നാണ് നടക്കണത്. അപ്പോ 2 കൊല്ലത്തെ പട്ടിപ്പണികൾക്ക് ശേഷം ആദ്യമായിട്ട് വണ്ടി എടുത്ത് എങ്ങനെയെങ്കിലും പോവാന്ന് വെച്ചിട്ട് പോണതാണ്. അപ്പൊ എനിക്ക് ഇറങ്ങോട്ട വഴികളൊന്നും അറിയില്ല. സനത്തിനാണ് ഇവിടുത്തെ വഴികളൊക്കെ അറിയണത് അത്യാവശ്യം. അതെ, വഴി അറിയുന്ന ആളിരിക്കുന്നു. ഇവൻ പറഞ്ഞ തന്നെ വഴിക്കോടെ ഞാൻ വണ്ടി ഓടിക്കണു, അത്ര എനിക്ക് അറിയുള്ളൂ. ടേക്ക് റൈറ്റ്. മേലെ കയറുന്നു, അതിക്കൂടെ നോക്കിയിട്ട് പോകട്ടെ. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് ഷാർജയിൽ നിന്ന് ജബൽ ജയ്സിക്കല്ലേ. അപ്പോൾ എമിറേറ്റ്സ് റോഡ് E311 കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നൈറ്റ് പുലർച്ചെ ഈ ടൈം ആയതുകൊണ്ട് റോട്ടിൽ കുറേ ഒന്നും വണ്ടികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പിൽ കാണിക്കുന്ന ഡിസ്റ്റൻസിനേലും മുന്നേ എത്താൻ പറ്റി. എന്നാലും ഞങ്ങളുടെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ നിർത്തിയും പതുക്കെ പോയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഈ പോവാൻ പോണ സ്ഥലത്ത് അവിടുത്തെ വെതർ നോക്കിയപ്പോൾ 2 ഡിഗ്രി 3 ഡിഗ്രി എന്നൊക്കെ കാണിക്കണേ. അപ്പം ഇത്രയും 2 ഡിഗ്രി 3 ഡിഗ്രി സ്ഥലത്തേക്കൊന്നും നമ്മൾ പോയിട്ടില്ലേ. കൂടുതൽ പോയിട്ടുള്ളത് ഈ മൂന്നാറും ഊട്ടി കൊടൈക്കനാല് അവിടെ കൂടി പോകുമ്പോൾ ഒരു 10, 11, 12 ആടി അത്രയ്ക്കൊക്കെ തണവ്. അപ്പം അതിന് കുറവ് തണവ് ഉള്ള സ്ഥലത്തേക്കാണ് പോണേ. ഇപ്പം എല്ലാവരും ഇപ്പം ന്യൂസിലൊക്കെ കാണിക്കണ്ടായി ജബൽ ജയ്സിൽ നല്ല തണവാണ് എന്നൊക്കെ പറയണ്ടായി. അപ്പോൾ പിന്നെ ഇന്ന് വീക്കെൻഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ടാവാൻ സാധ്യതകളുണ്ട്. അറിയില്ല, നമ്മൾ എന്തായാലും ഫസ്റ്റ് ടൈം ഈ കൂട്ടത്തിലിരിക്കണ 4 പേരും അങ്ങോട്ട് പോയിട്ടില്ല. എല്ലാവരും ആദ്യമായിട്ടാണ് പോണേ. ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മൾ മുന്നേ പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ അറിയാൻ ബാക്കി കാര്യങ്ങൾ. സാധാരണ എല്ലാവരും അവിടെ തലേന്ന് നൈറ്റ് പോയിട്ട് അവിടെ ക്യാമ്പ് ഫയർ ചെയ്ത് BBQ ഒക്കെ കുക്ക് ചെയ്ത് അങ്ങനെ അടിച്ചു പൊളിച്ച് ടെൻ്റൊക്കെ ആയിട്ട് കിടന്ന് പിറ്റേ ദിവസം സൺറൈസൊക്കെ കണ്ടിട്ടാണ് വരാം. ഞങ്ങളും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ജോലിക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി. അപ്പം പിന്നെ പുലർച്ചെ സൺറൈസിന് പോകാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ കാലത്ത് ഇങ്ങനെ എല്ലാവരും കൂടി എണീറ്റ് പോണേ. അപ്പം ട്രിപ്പ് ഉഷാറാക്കട്ടെ. സ്ട്രെയിറ്റ് റോഡാണ് പോണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ഇതൊക്കെ വരണുള്ളൂ. ഇപ്പോൾ വെളിച്ചില്ല, റോഡിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് റോട്ടിൽ എന്തോരം കാണുമെന്ന് ഞങ്ങൾക്ക് അറിയണില്ല. എന്തായാലും വെളിച്ചം സൂര്യ നിൽക്കട്ടെ, എല്ലാം കാണിച്ചു തരാം. പെട്രോൾ അടിക്കാൻ വേണ്ടി കയറാൻ പോവാണ്. ഒന്നും കാശൊന്നൊരു വിഷയമല്ല, ഫുൾ ടാങ്ക് അല്ലേ. അല്ല സന്ത, അയാൾക്ക് നടക്കണ്ട കഷ്ടപ്പെട്ട് സ്പെഷ്യല് ഫുള്ള് കാട്. അങ്ങനെ പെട്രോൾ അടിക്കണവരെ ഞങ്ങളവിടെ കാത്തിരിക്കായിരുന്നു. ആള് പെട്രോൾ അടിക്കാൻ വെച്ചിട്ട് ആളങ്ങോട്ട് പോയി. അപ്പുറത്താണെങ്കിൽ ഏതൊരു ബൈക്കുകാരൻ ഉണ്ടായി. ബൈക്ക് ഇതിൽ കാണുന്നതൊക്കെ
വണ്ടിയുടെ എവിടെ നീ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് മെക്ഡൊണാൾഡ്സ് ഒന്നും ഇല്ല ഇവിടെ. ഐസ്ക്രീം ആണെങ്കിൽ ഐസ്ക്രീം അവിടെ വാങ്ങി തിന്നെ. അത് നോർമൽ ഐസ്ക്രീം അല്ല, നമുക്ക് മെക്ഡൊണാൾഡ്സിന് മതി. പാലേ കുച്ചു വി ആർ റിച്ച് ഡാ. 22 ലിറ്റർ കപ്പാസിറ്റി ഉള്ളോ? 22 പകുതി പെട്രോൾ ഉണ്ടോ അതില് ഓൾറെഡി വണ്ടിയില് ഫുള്ളാക്കിയത്. 65 തരാനുള്ളൂ. പകുതി ടാങ്ക് ഉണ്ടായിരാ. അല്ല 22 ലിറ്ററിന് 65 തരാനുള്ളൂ. വാക്ക് തർക്കത്തിലേർപ്പെട്ട് ആദിലും സനത്തും ഇതില് ഏകദേശം എന്തിട്ടാ ക്ലാസ് എടുത്തു കൊടുക്കുന്ന സനത്തും അത് കേട്ട അനുസരണയോടെ പ്രവർത്തിക്കുന്ന സുധീർ മകൻ സൗരവ്. ആഹാ, ഡ്രൈവർ കം വ്ളോഗർ. ഭാവിയുടെ വാഗ്ദാനം. നിനക്ക് മെഷീൻ ചായ അല്ല കുച്ചു ചായ. ചായ അതിന് മാത്രടാ ഒരു വൈബുള്ളൂ. ബാക്കി ഒരു ചായക്ക് ഒരു വൈബില്ലാത്ത ചായ എല്ലാം. ഇപ്പൊ പമ്പിന്ന് പെട്രോൾ അടിക്കാൻ കയറിയിട്ട് നമ്മുടെ സനത്ത് കുട്ടന് ചായ കുടിക്കണം എന്നാണ് പറയണവൻ. അപ്പൊ ചായ കുടിക്കാൻ വേണ്ടി കയറി വെക്കാം. ചായ ആദ്യം എനിക്ക് ഹോട്ട് ചോക്ലേറ്റ്. നിന്റെനോ? അവനെ എനിത്തിങ് എന്ന് പറഞ്ഞേ. സനത്ത് പേര് ഗ്ലാസ് എടുക്കുന്നു. ഏതാടാ? ഞങ്ങൾ കഷ്ടപ്പെട്ട് വന്ന് ഇവിടെ മെഷീൻ ഔട്ട് ഓഫ് സർവീസ് ആണ്. നിനക്ക് ഏത് ചായ വേണമെന്നോ? ചായ കാപ്പി വേണമെന്ന് പറയണേ. ചോക്ലേറ്റ് ഇവിടെ ഇല്ല ഗായ്സ്. ചോക്ലേറ്റ് കോഫി മറ്റേല് പറയണ പോലെ. ചോക്ലേറ്റ് കോഫി വേണോ? സ്ഥാനത്ത് വീണ്ടും ചായ. സ്ഥാനത്തെ ചായ കുടിച്ച് ഉഷാറല്ലേ? ഇവിടെ ഫ്രഷ് വാനില ലാറ്റിയാണ് ചെയ്ത് നോക്കണേ. അത് പ്രിപ്പയറിങ് ആണ്. എത്ര? അപ്പോൾ അതിൻ്റെ ബില്ല് ഈ മിൻറ്റ് തന്നെ കൊടുക്കുന്നതായിരിക്കും എന്നാണ് പറയണേ. ക്യാൻസൽ അടിക്കണോ? അപ്പം നാട്ടിലത്തെ എത്ര രൂപയെന്ന് പറഞ്ഞു കൊടുക്ക്. 300 രൂപയുടെ കോഫിയാണ് ഇവൻ ഈ പുലർച്ചെ ഈ തണവൻ കാലത്ത് കുടിക്കണേ. സാൻഡ്വിച്ച് ഒക്കെ ഉള്ള. അപ്പൊ ഞങ്ങള് വൈപ്പറിൽ നോക്കിയപ്പോ വൈപ്പറിൽ വെള്ളമില്ല. അപ്പോ ലേശം വെള്ളം ഒഴിക്കാം. അപ്പൊ ഗ്ലാസ്സൊക്കെ ക്ലീൻ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മള് ഇത് കുടിക്കാനുള്ള വെള്ളം മേടിച്ചിട്ടുണ്ടായി. ഒരു കുപ്പി മതിയാവില്ല, എന്നാലും നമുക്കൊരു കുപ്പി വയ്ക്കാം. ഞങ്ങളിപ്പോൾ കയറി നോക്കുന്നത് അഡ്നോക്കിൻ്റെ പമ്പിലാണ്. എന്നിട്ട് അവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചു. അഡ്നാക്ക് ഒയാസിന്ന് കാപ്പി കുടിച്ചു. അങ്ങനെ അതിൽ വരുന്നുണ്ട്. പറഞ്ഞോ? നമ്മളങ്ങനെ ഏകദേശം മാപ്പിൽ റോഡൊക്കെ ചുരം പോലെ കയറി തുടങ്ങി. പക്ഷെ നമുക്ക് ആ സ്ലോപ്പ് ഭയങ്കര ലെങ്തി സ്ലോപ്പ് ആയതുകൊണ്ട് ആ ടേണിങ്സും ഹൈ റേഞ്ച് കയറുന്ന സംഭവം അങ്ങനെ അധികം അറിയില്ല. ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് ഓടിച്ച് പൊക്കോളും. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് അങ്ങോട്ടുള്ള ആൾക്കാരുടെ വണ്ടികൾ കണ്ടു തുടങ്ങി.
ഞങ്ങളിത് നേരെ വന്നിട്ട് ഒരു ക്യാമ്പിങ് സെക്ടറിൻ്റെ അവിടെ വന്ന് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒടുക്കത്താണ് കയ്യൊക്കെ കണ്ടില്ലേ ജാക്കറ്റിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട്. അപ്പം അങ്ങനെ 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടുന്ന് വ്യൂ എന്നൊക്കെ കാണില്ല, ഇരുട്ടാണ്. എന്തായാലും കുറച്ചും കൂടി മേലേക്കൊക്കെ പോകാനുണ്ട്. അപ്പം എന്തായാലും മേലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഇനി മേലെ പോട്ടേട്ടാ. ഇവിടെ ഞങ്ങളൊരു വ്യൂ പോയിന്റ് മാപ്പിൽ കണ്ടപ്പോൾ ഇറങ്ങിയതാ. വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ കുറേ കുത്തുകൾ കണ്ടില്ലേ, അവിടെ നിന്നൊക്കെ നമ്മൾ കയറി വന്ന് നോക്കണേ. വാടാ നമ്മളിപ്പോ വണ്ടി പാർക്ക് ചെയ്ത് ഇപ്പൊ ഇറങ്ങി നടക്കാണ്. ഇപ്പോ കാലത്ത് സൺറൈസ് കാണട്ടെ. ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ വന്ന് നേരെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ചന്ദ്രനെ കാണാം, നമ്മുടെ കുട്ടൻ. അങ്ങോട്ട് നടക്ക്, കരിക്ക് നടക്ക്. നമ്മൾ അങ്ങോട്ട് അവ അവിടെയാ. സൂര്യനോദിക്കാത്തതുകൊണ്ട് മേലെ വെളിച്ചുണ്ടായിരുന്നില്ലേ, വെളിച്ചം കുറവായിരുന്നു. ക്യാമറയിൽ കാണാനുള്ള വെളിച്ചുണ്ടായിരുന്നില്ല നമുക്ക്, പക്ഷെ കണ്ണുകൊണ്ട് നമുക്ക് നടക്കാനും അതിനുള്ള വെളിച്ചമൊക്കെ ഉണ്ട്. സൈഡിലെ ആൾക്കാർ തീയൊക്കെ കത്തിച്ചിട്ട് ക്യാമ്പ് ഫയറൊക്കെ നടത്തുന്നതുകൊണ്ട് മൈൻഡും വെളിച്ചുണ്ടായി. സൈക്കിളാണ് എന്നിട്ടാണ് തോന്നണേ ഈ തണുപ്പ്. ഒരുത്തൻ എല്ലാരും ജാക്കറ്റ് മേടിച്ച് മറിച്ചിട്ട് നടക്കുക. 3 എണ്ണം ഇട്ടുണ്ട്. എന്നിട്ട് ഇറക്കിയ ഞാൻ കാറിൽ പോയിരിക്കാന്നൊക്കെയാണ് പറയണത്. എനിക്ക് പറ്റണില്ല കാറിൽ പോയി. ഇനി നടക്കണ്ട ഇവിടെ വരെ ഉള്ളോ. ഞാൻ ഷർട്ടും ഉള്ളിൽ ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട്